നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തി നിൽക്കുമ്പോൾ പ്രധാനമായും ഇത്തവണത്തെ ചർച്ച എന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണകളെ പറ്റിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പല പാർട്ടികളും തമ്മിൽ ധാരണകളുണ്ട് എന്നുള്ള വ്യാപകമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമെങ്കിലും ഇത്തവണ തെളിവ് സഹിതം CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണകളെ പറ്റി ഇങ്ങനെ ഓരോ നേതാക്കളും പുറത്തുവിടുകയാണ്. CPM-ഉം BJP-യും തമ്മിലുണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ധാരണകളെപ്പറ്റി വളരെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ ഉണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് എന്നീ 3 മലബാറിലെ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഡീൽ നടന്നുവെന്നും BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി CPM പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതുമാണ് VD സതീശൻ പുറത്തു പറയുന്നത്. അങ്ങനെ ഒരു ഡീൽ ഇല്ല എങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമയുദ്ധം നടത്താൻ CPM തയ്യാറാകണം. പക്ഷെ അതിന് തയ്യാറായിട്ടില്ല. അവിടുത്തെ നാടുമായി അല്ലെങ്കിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ തന്നെ പറയുന്നത് അങ്ങനൊരു ഡീൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചില സത്യങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഇതുകൂടാതെ റാന്നി, കോന്നി, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ഡീൽ ഉറപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന മണ്ഡലത്തിൽ 32,000 വോട്ട് K സുരേന്ദ്രന് ലഭിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും ഒരേ സമയത്ത് മത്സരിച്ച് ഹെലികോപ്റ്ററിലൊക്കെ യാത്ര ചെയ്ത് വോട്ട് പിടിച്ച കഥകൾ നമുക്കറിയാം. ഹെലികോപ്റ്ററിൽ പണം കൊണ്ടുപോയി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിൻ്റെ കൂടെ. അതെന്തുമായിക്കൊള്ളട്ടെ, കോന്നിയിൽ 32,000 വോട്ട് K സുരേന്ദ്രൻ പിടിച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു മണ്ഡലം തങ്ങൾക്കിനി വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടന്ന ഡീൽ എന്താണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഇത്തവണ അത് BJP-ക്ക് വേണ്ട എന്നും പറഞ്ഞ് BDJS-ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റാന്നി മണ്ഡലം, റാന്നി, കോന്നി മണ്ഡലങ്ങളുടെ നടുവിലാണ് ശബരിമല ഇരിക്കുന്നത്. ഈ ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ അത് 2020-ക്ക് കൊടുത്തിരിക്കുന്നു. റാന്നിയിൽ ശബരിമല വിഷയമൊന്നും തങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നും സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുമാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി പറയുന്നത്. കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് VD സതീശൻ ഇതിൽ വെക്കുന്നത്. അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത്തരം സീറ്റുകൾ BJP അവരുടെ ഘടകകക്ഷികൾക്ക് കൊടുത്ത് CPM-ന് ജയിക്കാനുള്ള പദ്ധതി അവിടെ തയ്യാറാക്കുകയാണ്. കാരണം ശബരിമലയുമായി ചുറ്റിക്കിടക്കുന്ന മണ്ഡലങ്ങൾ 100% പരാജയപ്പെടും എന്നുള്ളത് ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉള്ള സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായി മാറിയതുകൊണ്ട് ഇത്തവണ ആ 2 മണ്ഡലങ്ങളും ജയിക്കില്ല എന്നുറപ്പിച്ചതോടെയാണ് BJP-യുടെ വോട്ടുകൾ വാങ്ങാൻ CPM തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. മലബാറിലെ പ്രധാനപ്പെട്ട BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളായ കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ CPM BJP ധാരണയിലെത്തിയെന്നും ഈ ധാരണ കോൺഗ്രസ് പൊളിച്ചെടുക്കുമെന്നാണ് VD സതീശൻ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AKM അഷറഫിന് എതിരെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. അതുപോലെ വളരെയധികം എതിർപ്പ് നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയെ CPM നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ CPM-ൻ്റെ വോട്ടുകൾ BJP-ക്ക് പോകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്ത് എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ വന്നിരിക്കുന്നത് ആ മണ്ഡലത്തിൽ പ്രധാനമായും പല സ്വാധീന ഘടകങ്ങളുമുള്ള ഷാനവാസ് പാദൂർ എന്ന ഒരു യുവനേതാവാണ്. പഴയ കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. ഇതെല്ലാം കൊണ്ട് UDF-ൻ്റെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ LDF പ്രത്യേകിച്ചും CPM അവിടെ നിയമിക്കണമെങ്കിൽ അത് UDF-ൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും BJP അതുവഴി ജയിച്ചു വരാനും വേണ്ടിയാണ് എന്നുള്ളത് കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ പരക്കെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 മണ്ഡലങ്ങൾ കാസർഗോഡും മഞ്ചേശ്വരവും BJP-ക്ക് ജയിക്കാനുള്ള എല്ലാ സംവിധാനവും CPM ഒരുക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പാലക്കാടും ഏറ്റവും ശക്തമായ
പോരാട്ടം നടക്കുന്ന BJPയും UDFും തമ്മിൽ പോരാട്ടം നടക്കുന്ന പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ അസഭ്യം പറഞ്ഞ് നടക്കുന്ന ജോലിയാണ് ഇപ്പോൾ CPM ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് ഈ മണ്ഡലങ്ങളിലൊക്കെ ലക്ഷ്യം വെക്കുന്നത്. പൂരം കലക്കിയാണ് തൃശ്ശൂർ സീറ്റ് BJPക്ക് നൽകിയത് എന്നുള്ളത് നമുക്കറിയാം. അതിനാണ് കരുവന്നൂരിൽ ED എത്തിയത്. കരുവന്നൂരിൽ നടന്ന 300 കോടി രൂപയോളം തട്ടിപ്പ് അതെല്ലാം മറച്ചുവെച്ച് അവിടെ CPMനെ രക്ഷിച്ചെടുക്കാൻ ED എത്തിയത്. ആ രക്ഷിച്ചാൽ CPM തൃശ്ശൂർ സീറ്റ് BJPക്ക് വിജയിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയത്. അത് വളരെ നന്നായി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്ത പിണറായി വിജയനും സംഘത്തിനെയും നമുക്കറിയാം. അതിൽ പൂരം കലക്കിയിട്ടാണെങ്കിലും BJP ജയിച്ച ഒരു ചരിത്രം കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. അതുപ്രകാരമാണ് മലബാറിലെ 3 സീറ്റുകളിലും ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. തൃശ്ശൂരിൽ BJP വിജയിച്ച ശേഷം EDയെ കേരളത്തിലെവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയാണെന്ന് ചർച്ച നടത്തിയത്. മസ്കറ്റ് ഹോട്ടലിൽ RSSുമായി ചർച്ച നടത്തിയത് പിണറായി വിജയൻ നേരിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ ധാരണ എത്രത്തോളമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. BJP ഡീലാണ് മുഖ്യമന്ത്രിയുടെ ചരിത്രം എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ UDF പോരാടുമെന്ന് VD സതീശൻ ഉറപ്പിച്ചു പറയുകയും 1977 RSS പിന്തുണയോടെ മത്സരിച്ച മുഖ്യമന്ത്രിയെ തുറന്നു കാട്ടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മതേതര കേരളമാണെന്നും ഇവിടെ ഒരു ഡീലും അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇന്ന് പൊട്ടിത്തെറിച്ചത്. തൃശ്ശൂരിൽ BJP വിരുദ്ധ വോട്ടുകൾ VS സുനിൽകുമാർ എന്ന CPIയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചത്. എന്നിട്ടും സുനിൽകുമാറിന് CPM അവിടെ വോട്ട് ചെയ്തിട്ടില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണത്തിൻ്റെ മറവിൽ തൃശ്ശൂരിൽ നടന്നത് ആ സീറ്റിനുള്ള ഡീലാണെന്നും VD സതീശൻ ഉറപ്പ് പറയുമ്പോൾ അതുപോലെ തന്നെ ഇത്തവണ മലബാറിലെ 3 സീറ്റുകളിൽ BJP വിജയിക്കാനുള്ള എല്ലാ ധാരണയും ആയിക്കഴിഞ്ഞു എന്നുള്ളതും വ്യക്തമാകുകയാണ്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന വിമർശിക്കുന്നത് CPM പാലക്കാട്ട് കോൺഗ്രസിനൊരു തോൽവി ഉണ്ടാകണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അത് BJPയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലത്ത് മത്സരിക്കുമ്പോൾ മുകേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നസെൻ്റ് മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടി പദവിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ അവർക്ക് മത്സരിപ്പിച്ച് വിജയിച്ച് MLAയും MP യുമാക്കാമെങ്കിൽ രമേശ് പിഷാരടി എന്ന നല്ലൊരു കലാകാരനെ മത്സരിപ്പിക്കുമ്പോൾ അസഭ്യം പറയുന്ന CPM അത് BJPക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്നുള്ള സത്യമാണ് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.